പൊളിക്ക് പൊളിച്ചട്ടക്ക നമ്മുടെ കോഴിക്കോട് ദാസന്റെ മാസ് ഡയലോഗാണിത്. അപ്പോൾ ദാസന്റെ കാര്യം പറയാൻ കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നട റോഡിൽ നിന്ന് ദാസനും കോഴിക്കോട് ദാസനും നമ്മുടെ സുചേൻ്റെ വൈഫ് രേണു ഇവർ രണ്ടിനും കൂടി ഒരു ഡാൻസ് ചെയ്യണം. ഭയങ്കര തിരക്കുള്ള റോഡാണ്. അതിൻ്റെ ഇടയിൽ രണ്ട് ബൈക്കിൽ രണ്ടുപേർ വരുന്നിട്ട് കയറി പോടാ എന്നൊക്കെ ഒരു ഡയലോഗ് ഇറക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു എതിർപ്പ് തന്നെയായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവരുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അത്യാവശ്യം നമ്മളെ കൊണ്ടൊക്കെ കഴിയാവുന്ന സപ്പോർട്ട് ചെയ്യാറ്. കാരണം ലൈക്ക് ചെയ്യാറുണ്ട്, കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം ഇവരെ ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ നിങ്ങളും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരെപ്പോഴുള്ള റീച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ നട റോട്ടിലേക്ക് എന്തിങ്ങനെ അഭ്യാസം കാണിക്കുമ്പോൾ അപ്പോൾ ഇത് കാണുന്നവരും റീച്ചിന് വേണ്ടി ചിലപ്പോൾ ഇനിയും മറ്റുള്ളവരും ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്യുന്ന, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവരെ സ്നേഹിക്കുന്ന ഞങ്ങളെ ഇതേപോലെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടരുത്. കാരണം ഇത് കാണുമ്പോൾ റീച്ചിന് വേണ്ടി ചിലപ്പോൾ ഞാനൊക്കെ ചെയ്തു പോകും. കാരണം നമുക്ക് കുറച്ച് റീച്ച് കിട്ടണമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ മാത്രമല്ല പലരും ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്ക് മുമ്പിൽ ഇതുപോലുള്ള വീഡിയോസ് നട റോട്ടിൽ നിന്ന് തിരക്കേറിയ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ മോശമാണ്. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്കതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയായിരുന്നു. പക്ഷേ ഇന്ന് ദാസേട്ടൻ തന്നെ ഒരു സ്റ്റോറി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 16 കൊച്ചിയിൽ വെച്ച് ചെയ്ത ഒരു ആൽബം ഷൂട്ടാണിത്. ബൈക്കിൽ വന്ന് എന്താണോ എന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ വെച്ച് എടുത്തത്. മോർണിംഗ് 7 മണിക്കാണ് ഇതെടുത്തത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ റീച്ചിന് വേണ്ടി എന്ത് ഊളത്തരം എഴുതി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആൽബം പ്രൊഡക്ഷൻ ടീം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, പോസ്റ്റ് ചെയ്തതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കയറി പോടാന്നൊക്കെ പറഞ്ഞു കിട്ടുന്നില്ല. കറക്റ്റ് ഒറിജിനൽ ഒരു സംഭവം അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കുള്ളൂ. അത് പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ, നമുക്കറിയത്തില്ല. കാണുന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പല രീതിയിലും ചിലപ്പോൾ പല അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇപ്പം ഞാനും എൻ്റെ അഭിപ്രായം അറിയിക്കണം എന്ന് കരുതി വന്നത്. പക്ഷേ ഇന്നിപ്പോൾ ദാസേൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആൽബം പേരെന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തെങ്കിലും ആൽബം ഇറങ്ങുമ്പോൾ നമുക്ക് കാലം. അപ്പോൾ ഇതാണ് ശരിക്കും ഉണ്ടായ സംഭവം. അപ്പോൾ എന്തായാലും ഞാനും ഒരു എതിർപ്പ് പറയാൻ വന്നതാണ്. അപ്പോൾ ദാസേൻ്റെ ഇന്നത്തെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പൊളിച്ചടക്കാം.